നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇന്ന് നിർബന്ധമായും അറിയേണ്ട ഒരു സുപ്രധാന വിവരമാണ് പങ്കുവയ്ക്കുന്നത്. രാജ്യത്തെ പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ഡിജിറ്റലുമായി മാറ്റാൻ കേന്ദ്ര സർക്കാർ വലിയൊരു പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി പുതിയ നിർദ്ദേശങ്ങളും പരിഷ്കാരങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് 35 കിലോ റേഷൻ അവസാനിക്കുമോ, പകരം ആളൊന്നിന് 7 കിലോ എന്ന രീതിയിലാകുമോ വിതരണം? AI ഉപയോഗിച്ച് വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്തുമോ? GPS വഴി റേഷൻ വാഹനങ്ങൾ മുഴുവൻ നിരീക്ഷിക്കുമോ? കേരളത്തിലെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് ഇതിന്റെ സ്വാധീനം എന്തായിരിക്കും? ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നു. സാർത്ഥക് PDS പദ്ധതി എന്താണ്? ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യത്തെ പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാൻ കേന്ദ്ര സർക്കാർ സാർത്ഥക് PDS എന്ന പേരിൽ ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഈ പദ്ധതിക്കായി ഏകദേശം 25,530 കോടി രൂപ ചെലവഴിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2031 വരെ ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? റേഷൻ സാധനങ്ങൾ ശരിയായ ആളുകളുടെ കൈകളിൽ എത്തിക്കുക, വ്യാജ റേഷൻ കാർഡുകൾ ഒഴിവാക്കുക, റേഷൻ സാധനങ്ങൾ ഇടയിൽ ചോരാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവിതരണ സംവിധാനം ഒരേ മാതൃകയിലാക്കി കൊണ്ടുവരിക. എന്താണ് ഇതിന്റെ മാറ്റങ്ങൾ? കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ പ്രകാരം ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ വ്യാജ ഗുണഭോക്താക്കൾ, ഒരാൾക്ക് ഒന്നിലധികം കാർഡുകൾ, റേഷൻ സാധനങ്ങളുടെ ചോർച്ച, വിതരണത്തിലെ അപാകതകൾ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. AI പരിശോധന വരുമോ? ഇനി പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അത് എന്തിനാണ്? ഒരേ വ്യക്തിയുടെ പേരിൽ ഒന്നിലധികം കാർഡുകൾ ഉണ്ടോ? മരിച്ച ആളുകളുടെ പേരിൽ ഇപ്പോഴും കാർഡ് തുടരുന്നുണ്ടോ? അർഹതയില്ലാത്തവർ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ടോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് AI ഉപയോഗിക്കാനാണ് നിർദ്ദേശം. ഇത് നടപ്പിലായാൽ അർഹരായവർക്ക് കൂടുതൽ കൃത്യമായ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത രീതിയിലാണ് റേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരു ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യം. അതിലൂടെ സ്റ്റോക്ക് വിവരങ്ങൾ, റേഷൻ വിതരണം, ഗുണഭോക്തൃ വിവരങ്ങൾ, വാഹനങ്ങളുടെ നീക്കം എല്ലാം ഒരു സംവിധാനത്തിലൂടെ നിരീക്ഷിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തുന്നു. റേഷൻ സാധനങ്ങൾ ഗോഡൌണിൽ നിന്ന് കടകളിലേക്ക് എത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചോർച്ചയുണ്ടാകുന്നു എന്ന പരാതികൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനാണ് GPS സംവിധാനം കൊണ്ടുവരാനുള്ള നിർദ്ദേശം. റേഷൻ വാഹനം എവിടെ എത്തി, എപ്പോൾ പുറപ്പെട്ടു, എപ്പോൾ റേഷൻ കടയിൽ എത്തി, ഇതെല്ലാം തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം ലക്ഷ്യമിടുന്നു. ഇത് നടപ്പായാൽ റേഷൻ സാധനങ്ങൾ വഴിമധ്യേ നഷ്ടമാകുന്നത് കുറയാം, വിതരണത്തിൽ കൂടുതൽ സുതാര്യത വരാം, ഗുണഭോക്താക്കൾക്ക് കൃത്യമായ സമയത്ത് സാധനങ്ങൾ ലഭിക്കാൻ സഹായിക്കും. എന്നാൽ ഇതെല്ലാം പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം 35 കിലോ റേഷൻ അവസാനിക്കുന്നു, ഇനി ആളൊന്നിന് 7 കിലോ മാത്രമാകും. ഈ വാർത്ത ശരിയാണോ അല്ലെങ്കിൽ അഭ്യൂഹമാണോ? ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ചില പുതിയ നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം റേഷൻ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ വിവരങ്ങളും കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. കുടുംബാംഗങ്ങളുടെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ അത് എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമത്തേതായി, സർക്കാർ ഓരോ മാസവും അനുവദിക്കുന്ന റേഷൻ വിഹിതം മാത്രമാണ് ലഭിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാവർക്കും അധിക അരി, പുതിയ സൗജന്യ ആനുകൂല്യം തുടങ്ങിയ സന്ദേശങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. മൂന്നാമത്തേതായി, റേഷൻ വാങ്ങുമ്പോൾ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം അല്ലെങ്കിൽ മറ്റ് അംഗീകൃത പരിശോധന നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. ബയോമെട്രിക് പരിശോധനയിൽ ബുദ്ധിമുട്ട് നേരിട്ടാൽ റേഷൻ കട അധികൃതരെ ഉടൻ അറിയിക്കുക. നാലാമത്തെ കാര്യം, ജൂലൈ മാസത്തെ റേഷൻ വിഹിതവും വിതരണ രീതികളും ജില്ലാ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഔദ്യോഗിക റേഷൻ വിഹിത ഉത്തരവുകൾ പൊതുവിതരണ വകുപ്പ് ഓരോ മാസവും പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകാർ ഓരോ വിഭാഗത്തിനും ബാധകമായ വിഹിതം, ആനുകൂല്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതിനാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം നിങ്ങൾക്കും ലഭിക്കുമെന്ന ധാരണയിൽ പോകരുത്.